എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തുള്ള സ്നേഹം ഞാൻ അറിയിക്കുകയാണ്. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ഓർക്കുന്നു. ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയ ഈ ചാനലിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സംസാരിച്ചത് മാനസാന്തരം എന്ന വിഷയത്തെക്കുറിച്ചായിരുന്നു. മാനസാന്തരത്തെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ മാനസാന്തരം എന്ന ആ വിഷയത്തിൽ നമ്മുടെ കർത്താവ് എന്താണ് പ്രതീക്ഷിച്ചിരുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള നമ്മുടെ അറിവാണ്. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പൻ. കർത്താവ് പ്രസംഗിച്ചു തുടങ്ങിയത് കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പൻ. അപ്പം മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം എന്നതാണ്. മാനസാന്തരത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. മാനസാന്തരമെന്ന വളരെ പരമപ്രധാനമായ ആ കൽപ്പന തന്നെ ഇന്ന് ആത്മീയ ലോകത്ത് വേണ്ടും വണ്ണം മനസ്സിലാകാതിരിക്കുന്നൊരവസ്ഥയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ദൈവത്തിൽ വിശ്വസിപ്പാൻ സ്നേഹം ആവശ്യമാണ്. സ്നേഹിക്കുന്ന ഒരാളെ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ. സ്നേഹം നമുക്ക് എങ്ങനെയാണ് ഉണ്ടായി വരുന്നത്? നമ്മൾ കാണുന്ന ഒരാളെ സ്നേഹിക്കാൻ നമുക്ക് എളുപ്പമാണ്. നമ്മുടെ വീട്ടിനടുത്ത് ഇപ്പോൾ ഒരാൾ താമസത്തിന് വന്നിരിക്കട്ടെ, അദ്ദേഹവുമായിട്ട് നമുക്കൊരു സ്നേഹബന്ധം ഉണ്ടാക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് സ്നേഹിത എന്ന് പറഞ്ഞ് അദ്ദേഹവുമായിട്ട് പരിചയപ്പെട്ടു സ്നേഹം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ സ്നേഹത്തിലൂടെ ആ സ്നേഹം നല്ലവണ്ണം മൂർച്ഛിച്ച് ആ വ്യക്തിയെക്കുറിച്ച് നല്ല അറിവുണ്ടായാൽ ആ വ്യക്തിയിലൊരു വിശ്വാസവും നമുക്കുണ്ടാകും. അതേപോലെ ദൈവത്തിൽ നമുക്ക് വിശ്വാസമുണ്ടാകണം. പക്ഷേ ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് ഷേക്കാൻ്റെ കൊടുത്ത് പരിചയപ്പെട്ട് ദൈവത്തെ സ്നേഹിക്കാൻ നമുക്ക് പറ്റുകയില്ല. കാര്യം ദൈവം ആത്മാവാണ്. ആത്മാവായ ദൈവത്തെ നമുക്ക് കാണാൻ പറ്റുകയില്ല. പക്ഷേ എങ്കിലും നമുക്ക് ദൈവത്തെ സ്നേഹിച്ചേ പറ്റുകയുള്ളൂ. ദൈവത്തെക്കുറിച്ച് നമുക്ക് അറിയണം, അറിയുകയും വേണം. ആ അറിവിലൂടെ ദൈവത്തെ സ്നേഹിക്കുകയും വേണം. അത് വളരെ സങ്കീർണമായ ഒരു കാര്യമാണ്. എല്ലാവരും പറയും ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാലും ആ അറിവിനും ആ വിശ്വാസത്തിനും ആ സ്നേഹത്തിനൊക്കെ എത്രത്തോളം ആഴമുണ്ട് എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പോരാട്ടങ്ങളിൽ പിടിച്ചു നിൽക്കുവാൻ അവരെ സഹായിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ തൊക്കെ സാധിക്കുകയുള്ളൂ. ഞാനിവിടെ ഇപ്പം നിങ്ങളോട് കർത്താവിനെക്കുറിച്ച് പ്രസംഗിച്ചാൽ ആ പ്രസംഗത്തിലൂടെ കർത്താവിനെ എത്രത്തോളം സ്നേഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നെനിക്കറിയില്ല. പക്ഷേ എങ്കിലും ഈ കർത്താവിനെ സ്നേഹിക്കുവാനുള്ള നല്ല മനസ്സ് നമുക്കുണ്ടാകണം. കർത്താവിൻ്റെ വചനങ്ങളെ നമ്മൾ കേൾക്കുമ്പോൾ അത് വീട്ടിൽ പോയിരുന്ന് ആ വചനങ്ങളിലൂടെ ജീവിക്കുന്ന ദൈവത്തെ ഇങ്ങനെ നമ്മൾ ധ്യാനിച്ച് കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാനുള്ളൊരു നല്ല മനസ്സ് നമുക്കുണ്ടാകണം. അങ്ങനെയാണ് നമുക്ക് കർത്താവിലൂടെ സ്നേഹം കർത്താവിലേക്ക് നമ്മുടെ സ്നേഹം കർത്താവിനെ സ്നേഹിപ്പാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഞാനൊരു ഉദാഹരണം പറയാം. വാസ്തവത്തെ കർത്താവിനെ അറിയേണ്ടുന്നതും സ്നേഹിക്കാൻ തക്കവണ്ണം നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നതും ശുശ്രൂഷകരായ ദൈവദാസന്മാരിൽ കൂടെയാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരു പ്രായമുള്ള ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് ഒരു വിവാഹപ്രായമൊക്കെ എത്തിക്കഴിയുമ്പോൾ ഈ വിവാഹവുമായി വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ വന്ന് ഒരു പയ്യൻ ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആ പയ്യനെക്കുറിച്ചുള്ള വ്യക്തമായ ആ പയ്യന് നമ്മളത് മനസ്സിലാക്കണം, പയ്യനെ സ്നേഹിക്കണം, പയ്യനിലൊരു വിശ്വാസമുണ്ടാകണം. അത്രത്തോളം ആഴമായിട്ടാണ് ഈ വിവാഹാലോചനയുമായിട്ട് വരുന്ന ആ മനുഷ്യൻ നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി തരുന്നത്. നമ്മളറിയാതെ തന്നെ ആ പയ്യനോടൊരു സ്നേഹവും ഒക്കെ തോന്നിപ്പോകുന്നത് ഈ വിവാഹാലോചനയുമായി വരുന്ന ആ മനുഷ്യൻ്റെ വാക്കുകൾ മുഖാന്തരമാണ്. അപ്പോൾ ഒരു സാധാരണക്കാരന് അയാളുടെ ആവശ്യം നേടിയെടുക്കുവാനായിട്ട് അയാൾ സംസാരിക്കുമ്പോൾ അയാൾ ആരെക്കുറിച്ചാണോ സംസാരിക്കുന്നത് ആ വ്യക്തിയെ കണ്ടില്ലെങ്കിലും സ്നേഹിക്കുവാനുള്ളൊരു നമുക്കുണ്ടാകുന്നു, അകത്തൊരു താല്പര്യമുണ്ടാകുന്നു. നോക്കട്ടെ, എനിക്കിപ്പം പയ്യനെക്കുറിച്ചൊക്കെ ഏതാണ്ടൊക്കെ മനസ്സിലായി, എനിക്ക് വിശ്വാസമായിട്ടൊക്കെ തോന്നുന്നുണ്ട്, നമുക്ക് തുടർന്ന് പോകാമെന്ന് പറയുന്നത് ആ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിൻ്റെ കാരണത്താലാണ്. നമുക്കും കർത്താവിനെ സ്നേഹിക്കുവാനായിട്ട് ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാനുള്ള ഒരു നല്ല മനസ്സ് നമുക്കുണ്ടാകണം. അതുപോലെ തന്നെ നമ്മൾ കേട്ടുകഴിഞ്ഞാൽ കർത്താവിനെ സ്നേഹിക്കുവാനുള്ള നല്ല താല്പര്യം നമുക്കുണ്ടാകണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മാനസാന്തരപ്പെട്ട്
സുവിശേഷത്തിൽ വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കുന്നതിനാവശ്യമായ അറിവ് നമുക്ക് ഏറ്റവും ആവശ്യമാണ്. ഈ അറിവ് നമുക്ക് സക്കായിയെക്കുറിച്ച് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. സക്കായിയുടെ മാനസാന്തരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ സക്കായി പൊക്കം കുറവാണ്, അതുകൊണ്ട് കാട്ടത്തി മരയുടെ മുകളിൽ കയറി ഇരുന്നു എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ സക്കായിയുടെ ഉള്ളിൽ ഒരാഗ്രഹമുണ്ടായിരുന്നു. താൻ ചെയ്യുന്ന തെറ്റുകൾ, താൻ ഒരുപാട് അതിക്രമമായിട്ട് കരമൊക്കെ പിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നീതി പ്രസംഗിയായ യേശു ക്രിസ്തുവിൻ്റെ പ്രസംഗമെല്ലാം ഇങ്ങനെ ആളുകൾ പറഞ്ഞ് തനിക്ക് തൻ്റെ തെറ്റുകളെക്കുറിച്ചൊരു ബോധ്യം വന്ന സാഹചര്യത്തിൽ തൻ്റെ ഈ തെറ്റുകൾ രാജാവിനോടിട്ട് പറഞ്ഞാൽ രാജാവ് തീർച്ചയായിട്ടും ഈ സക്കായിയെ കൊല്ലും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ തൻ്റെ ഈ തെറ്റുകൾ ഏറ്റുപറയുവാൻ ആരെയാണ് കണ്ടെത്തേണ്ടുന്നത്? ഈ യേശുവിനെ കണ്ടെത്തിയാൽ സാധിക്കുമോ എന്നുള്ള ഒരു ചിന്ത സക്കായിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സക്കായി യേശു വരുന്ന വഴിയിൽ ഓടിപ്പോയി ഒരു കാട്ടത്തിയുടെ മുകളിൽ കയറി ഇരിക്കുന്നത്. കാട്ടത്തിയിൽ ഇങ്ങനെ സക്കായി ഇങ്ങനെ കാട്ടത്തിയുടെ മുകളിലിരുന്നുകൊണ്ട് യേശു വരുന്ന ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് യേശു അവിടെ നിന്ന് ഇങ്ങനെ പരിവാരവുമായിട്ട് വരികയാണ്. യേശു നടന്ന് അത്തിയുടെ അടുക്കൽ വന്നിട്ട് മുകളിലോട്ട് നോക്കി, സക്കായിയെ വേഗം ഇറങ്ങി വാ എന്ന് പറഞ്ഞപ്പോൾ വാസ്തവത്തിൽ സക്കായിയുടെ ഹൃദയം തകർന്നുപോയി എന്ന് വേണമെങ്കിൽ പറയാം. സക്കായി ഉടനെ ഇറങ്ങി വന്നിട്ട് താൻ ചെയ്ത തൻ്റെ തെറ്റുകളെയാണ് യേശുവിനോട് ഏറ്റുപറയുന്നത്. അപ്പോൾ നോക്കണം, അറിവ് വേണം. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെടണമെങ്കിൽ നമ്മൾ ആരോടാണോ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയേണ്ടുന്നത് ആ കർത്താവിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ അറിവ് വേണം. ഈ അറിവുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ആത്മീയ ജീവിതം പുഷ്ടി പ്രാപിച്ചു വരുന്നത്. പ്രിയമുള്ളവരെ, ഈ ദൈവത്തെക്കുറിച്ചുള്ള അറിവെന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും എനിക്ക് നല്ലവണ്ണം ദൈവത്തെ അറിയാമല്ലോ, പിന്നെ എന്താണ് തകരാറെന്ന്. ഒരിക്കൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ ചെറിയ അല്ലെങ്കിൽ അതിൻ്റെ ഒരല്പമായ കുറവ് എത്രത്തോളം ദോഷമായി ഭവിച്ചു എന്ന് മോശയോട് ചോദിച്ചാൽ നമുക്കറിയാം. മോശയെ ദൈവം മിസ്രയീമിൽ നിന്ന് ജനത്തെ വിടുവിച്ച് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ മോശയോട് ദൈവം പറഞ്ഞത് പാലും തേനും ഒഴുകുന്ന കനാൽ ദേശത്ത് നിങ്ങൾക്ക് പോകാമെന്നാണ്. പക്ഷേ മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്ത് ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം പറയുന്നത് പോലെയെല്ലാം പ്രവർത്തിച്ച് ഇത്രത്തോളം ദൈവവുമായിട്ട് ചേർന്ന് ജീവിച്ച് വേറൊരു മനുഷ്യനില്ല. അതുകൊണ്ടാണ് ദൈവം തന്നെ പറഞ്ഞത് എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, ദൈവപുരുഷൻ. അങ്ങനെയുള്ള മോശ ഒരു ദിവസം മരുഭൂമിയിൽ ജനത്തിന് വെള്ളമില്ലാതെ അവർ കഷ്ടപ്പെട്ടപ്പോൾ, അവർ വിഷമിച്ചപ്പോൾ അവർ വന്ന് മോശയ്ക്കും അഹരോനുമെതിരെ പിറുപിറുത്തപ്പോൾ മോശ കവിണ്ണ് വീണ് ദൈവത്തോട് ചോദിച്ചു, ദൈവമേ ഇവർക്ക് എങ്ങനെയാണ് വെള്ളം കൊടുക്കേണ്ടുന്നത്? ദൈവം പറഞ്ഞു, നീ ഒരു കാര്യം വടി എടുത്തോണ്ടിന്ന് പാറമേൽ അടിക്കുക എന്ന് പറഞ്ഞു. ഉടനെ ഇവർ രണ്ടുപേരും കൂടി വടിയും എടുത്ത് പാറയുടെ അടുക്കൽ ചെന്ന് ജനത്തെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞ്, ഇതാ ഞങ്ങൾ നിങ്ങൾക്ക് വെള്ളം തരിക്കാൻ പോകണമെന്ന് പറഞ്ഞ് പാറയിൽ അടിക്കുകയും പാറ പിളർന്ന് വെള്ളം കുടിക്കുകയും എല്ലാവരും വെള്ളം കുടിച്ച് തൃപ്തരായി. പക്ഷേ ദൈവം മോശയോടൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ എന്നെ അവിടെ ബഹുമാനപ്പെടുത്തിയില്ല, നിങ്ങൾ എന്നെ ഉയർത്തിയില്ല. നിങ്ങൾ പറഞ്ഞു നിങ്ങൾ അവർക്ക് വെള്ളം തരുമെന്ന്, അതുകൊണ്ട് കനാൽ ദേശത്ത് പോവുകയില്ല. നോക്കണം, ചെറിയ ഒരു അറിവുകേടാണ്. ആ ഭാഗമൊക്കെ വായിച്ച് ബോധ്യപ്പെടുത്താനുള്ള സമയം എനിക്കില്ല. അപ്പം മോശയുടെ ചെറിയ ഒരു അറിവാണ് കനാൽ ദേശത്ത് പോകേണ്ടുന്ന അവസരം മോശയ്ക്ക് നഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് മോശ പ്രാർത്ഥിച്ച, കർത്താവേ എന്നോട് കൃപയുണ്ടാകത്തക്കവണ്ണം ഞാൻ അങ്ങേ അറിയുമാറാകട്ടെ. മോശയ്ക്ക് മനസ്സിലായി എല്ലാ അറിവുകളും നമുക്ക് പൂർണ്ണമല്ല, നമ്മുടെ അറിവുകളെല്ലാം എത്രയോ തുച്ഛമാണ്. ദൈവമായിട്ട് തന്നെ അറിയുവാനും ദൈവത്തിൻ്റെ സ്വഭാവത്തെ മനസ്സിലാക്കുവാനുമുള്ള ആ ഒരാഗ്രഹം നമുക്ക് ഏറ്റവും ആവശ്യമാണ്. മോശ വളരെ കണ്ണുനീരോടെ പറഞ്ഞ കാര്യമാണ്, കർത്താവേ എന്നോട് കൃപയുണ്ടാകത്തക്കവണ്ണം ഞാൻ അങ്ങേ അറിയുമാറാകട്ടെ. മോശയോട് ചോദിച്ചാൽ മോശയ്ക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ, ഈ ജനം എത്രത്തോളം കടന്ന് ബഹളമുണ്ടാക്കി അവർക്ക് വെള്ളം കൊടുക്കേണ്ടത് ആവശ്യമായി വന്നു, ഞാൻ അറിയാതെ പറഞ്ഞു പോയി അവരോട് ഞങ്ങൾ നിങ്ങൾക്ക് വെള്ളം തരാമെന്ന്. ഞങ്ങളല്ലായിരുന്നു വെള്ളം തരേണ്ടിയിരുന്നത്, ദൈവമാണ് നിങ്ങൾക്ക് വെള്ളം തരുന്നത് എന്ന് പറയേണ്ടതിന് പകരം ഞങ്ങളെന്ന് പറഞ്ഞു പോയി. അതാണ് ഏറ്റവും വലിയ തെറ്റ്. ആ തെറ്റുപോലും ദൈവം ക്ഷമിച്ചില്ല എന്ന് പറയുമ്പോൾ ഇത് കൃപായുഗമാണ്, ദൈവമെല്ലാം ക്ഷമിക്കുന്ന ദൈവമാണ്. എങ്കിലും നമ്മൾ വളരെ കരുതലോടെ ദൈവത്തെ അറിയുവാനുള്ള താല്പര്യത്തോടെ ആയിരിക്കണം. ഇവിടെ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്നാണ് എഴുതിയിരിക്കുന്നത്.
സുവിശേഷത്തിൽ വിശ്വസിക്കുന്നതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിശ്വസിക്കുന്നതിന് നമുക്കൊരു അറിവ് വേണം. വ്യക്തമായ അറിവില്ലാതെ നമുക്ക് വിശ്വസിക്കാനൊക്കെയില്ല. നമ്മളൊക്കെ പറയും ഞാൻ കർത്താവിൽ ഇങ്ങനെ ദൈവത്തിലൊക്കെ വിശ്വസിക്കുമെന്ന് പറഞ്ഞാലും ആ വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം എന്ന് പറയുന്നത് നമ്മുടെ അറിവിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. ഞാനിവിടെ അപ്പുറത്തെ ജംഗ്ഷനിൽ ഒരു കടയുണ്ട്. ആ കടയിലെ മുതലാളിക്ക് ഒരു 5 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. ഞാൻ 5 ലക്ഷം രൂപയുമായിട്ട് ഇങ്ങനെ റോഡിലൂടെ നിന്നപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകാനായിട്ട് സൗകര്യം കിട്ടിയില്ല. ആ റോഡിൽ പോകുന്ന ഒരാളോട് വിളിച്ച് നിങ്ങൾ അങ്ങോട്ടാണ് പോണത്, നിങ്ങളൊരു കാര്യം ചെയ്യോ, ഞാൻ ഈ 5 ലക്ഷം രൂപ ആ കടയുടെ മുതലാളിക്ക് ഒന്ന് കൊടുത്തേക്കുമോ എന്ന് പറഞ്ഞ് നമ്മൾ ആരും കൊടുക്കുകയില്ല. കാര്യം എനിക്ക് ആ വ്യക്തിയെ നമുക്കറിയില്ല. അങ്ങനെ നമ്മൾ കൊടുത്തു വിടണമെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് നല്ല അറിവുണ്ടായിരിക്കണം, അല്ലേ? സ്നേഹമുണ്ടായിരിക്കണം, സ്നേഹവും അറിവും ഉണ്ടായിരിക്കണം. ഈ വ്യക്തി ഈ പണം അവിടെ കൊടുക്കുമെന്ന് പൂർണ്ണമായ ബോധ്യം ഉണ്ടാകണം. ആ ബോധ്യം ഉണ്ടാകുന്നത് അറിവിൽ നിന്നാണ്. അറിവ് വേണം, സ്നേഹവും വേണം. ഇതുപോലെ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കണമെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള വ്യക്തമായ അറിവ് നമുക്കുണ്ടാകണം. ദൈവത്തെ നല്ലവണ്ണം നമ്മൾ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിപ്പാൻ തക്കവണ്ണം അറിയണം. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഇന്നത്തെ ആത്മീയ ലോകത്ത് ഏറ്റവും കൂടുതൽ ആത്മീകമായ മൂല്യശോഷണം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ബൈബിൾ ഇങ്ങനെ എഴുതിയിട്ട് മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന്, അനേകരുടെ സ്നേഹം തണുത്തു പോകുമെന്ന് എഴുതിയിരിക്കുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ ആത്മീക ലോകത്തിൻ്റെ മൂല്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭങ്ങളിൽ ഒരാൾ മാനസാന്തരപ്പെട്ട് വന്നാൽ ആ ആളെ ദൈവരാജ്യത്തിൻ്റെ അവകാശിയായി വളർത്തിയെടുക്കേണ്ടുന്ന ചുമതല ഏറ്റിരിക്കുന്ന ദൈവദാസന്മാരും സഭയുമൊക്കെ അക്കാര്യത്തിൽ എത്രത്തോളം തീക്ഷ്ണമായ പ്രവൃത്തികളാണ് ചെയ്യുന്നതെന്ന് നമ്മൾ പരിശോധിച്ച് നന്നായിരിക്കും. നമുക്കറിയാമല്ലോ, നമ്മുടെ വീട്ടിലൊരു കുട്ടിയുണ്ട്. അതിന് 2 വയസ്സാകുമ്പോൾ നടക്കും, 3 വയസ്സാകുമ്പോൾ നടക്കും, 4 വയസ്സ് സംസാരിച്ച് തുടങ്ങും, 10 വയസ്സാകുമ്പോൾ ആ പ്രായത്തിനനുസരിച്ചുള്ളൊരു പ്രവൃത്തിയുണ്ട്, 20 വയസ്സ് 30 വയസ്സൊക്കെ ആകുമ്പോൾ ആ വളർച്ചയിൽ ഒരു പ്രവൃത്തി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രവൃത്തികൾ, ആ വളർച്ച, ബുദ്ധിയും ശരീരമായ വളർച്ചകൾ ഉണ്ടാകുന്നില്ലെങ്കിൽ നമുക്കറിയാം ഈ കുട്ടിക്ക് എന്തോ തകരാറുണ്ട്. ആ കുട്ടിയെ ഉടനെ തന്നെ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ച് വേണ്ടുന്ന ചികിത്സ നടത്തണമെന്നൊക്കെ അറിയാം. ഞാനൊന്ന് ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, ആത്മീയ ലോകത്ത് 10, 20, 30, 40 വർഷമായ വിശ്വാസ ജീവിതം ചെയ്യുന്നവരെക്കുറിച്ച് അവരുടെ ആത്മീയ ജീവിതത്തിൽ എന്ത് വളർച്ചയാണ് ഉണ്ടാകുന്നതെന്ന് നോക്കുവാനുള്ള, ഇല്ലെങ്കിൽ അതൊന്ന് വിലയിരുത്തുവാനുള്ള, അവർ എങ്ങനെ വളരുന്നുവെന്ന് ചിന്തിക്കാനുള്ള ഒരു നല്ല മനസ്സ് ആർക്കാ ഉള്ളത്? ആർക്കും സമയമില്ല. സഭകളിൽ വരുന്ന വിശ്വാസികൾ എത്ര ഉണ്ടെന്ന് പോലും അറിഞ്ഞുകൂടാ. ഇങ്ങനെയൊക്കെയുള്ള ഈ കാലഘട്ടത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞൊരു കാര്യം ഞാനിപ്പോൾ ഓർക്കുകയാണ്. കൊലോസ്യലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കേണ്ടതിന് സകല ജ്ഞാനത്തോടും വിവേകത്തോടും കൂടി അവരെ ഉപദേശിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുമെന്ന് എഴുതിയിരിക്കുന്നു. ഞാൻ വേണം ആ ഭാഗമൊന്ന് ഞാൻ വായിക്കാം. അത് വായിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. 1-ാം അധ്യായത്തിൻ്റെ 28 മുതലുള്ള വാക്യമാണ്. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടി ഉപദേശിക്കുകയും ചെയ്യുന്നു. സകല ജ്ഞാനത്തോടും കൂടി ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവിടുത്തെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. നോക്കണം, ഒരു വിശ്വാസിയെ ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടുന്ന ശുശ്രൂഷ ചെയ്യുന്ന അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ പോരാടി അധ്വാനിക്കുന്നു എന്ന്. ഒരാളെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തേണ്ടതിന്. അപ്പോൾ ഇതൊരു ചെറിയ ഒരു കാര്യമല്ല. ഒരാളെ ദൈവരാജ്യത്തിൽ പോകാനുള്ള പ്രാഗൽഭ്യത്തോടെ അദ്ദേഹത്തെ പ്രാഗൽഭ്യമുള്ളവനാക്കി വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് വളരെ നിസ്സാര കാര്യമല്ല. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എങ്ങനെ ജീവിക്കുന്നു എന്നോ എങ്ങനെ ആയിരിക്കുന്നുവോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഒരു ചിന്തയും വിശ്വാസികൾക്കുമില്ല, ശുശ്രൂഷകർക്കും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ശരിയാകില്ല പ്രിയമുള്ളവരെ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മളെ കർത്താവ് വിളിച്ചെന്തിനാണ്? ദൈവരാജ്യത്തിൽ പോകാനാണ്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കൊണ്ട് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിനെന്നാണ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ നമുക്ക് ഒരൊറ്റ ജീവിതമേ ഈ ലോകത്തുള്ളൂ. ഈ ജീവിതം നാം ജീവിച്ച് ഇവിടെ
നമ്മുടെ ശരീരത്തിന് രൂപാന്തരപ്പെടുവാൻ തക്കമുള്ള പ്രാപ്തി, അതിനുള്ള യോഗ്യത ഈ ജീവിതത്തിൽ നാം നേടിയെടുത്തില്ല എങ്കിൽ പിന്നെ നാം പോകുന്നത് നിത്യമായ നരകത്തിലാണ്. ആ നരകത്തിൽ പോയിട്ട് കർത്താവേ എനിക്കൊരവസരം തന്നാൽ ഞാൻ പോയി നല്ലവണ്ണം ജീവിച്ച് മടങ്ങി വരാമെന്ന് പറയുവാൻ നമുക്ക് സാധിക്കുകയില്ല. ഈ ഒരൊറ്റ ജീവിതം ഇതൊരു പരീക്ഷണ ജീവിതമല്ല, ദൈവത്തോട് ചേർന്ന് ജീവിക്കേണ്ട ജീവിതമാണ്. അപ്പോൾ ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനായി തീരുക എന്നുള്ളത്, തികഞ്ഞവനാക്കി തീർക്കുക എന്നുള്ളത് ഒരു ശുശ്രൂഷകൻ്റെ ഉത്തരവാദിത്തമാണ്. തികഞ്ഞവനായി തീരുക എന്നുള്ളത് ഓരോ വിശ്വാസിയുടെയും ആവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് എത്ര തന്നെ സമയമില്ല എങ്കിലും, നമ്മൾ എത്ര തിരക്കുള്ള വ്യക്തിയാണെങ്കിലും, കേൾക്കുന്ന വചനത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ടുവരേണ്ടുന്ന ചുമതല ഓരോ ദൈവമക്കൾക്കുമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ പ്രസംഗം കേൾക്കുമ്പോഴോ വേറൊരാളുടെ പ്രസംഗം കേൾക്കുമ്പോഴോ കർത്താവിനെ സ്നേഹിക്കണമെന്നുള്ളൊരു പ്രേരണ നിങ്ങളുടെ ഉള്ളിൽ വന്നില്ല എങ്കിൽ പോലും കർത്താവിനെ സ്നേഹിക്കണമെന്നുള്ളൊരാഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടാകണം. കർത്താവിനെ നമ്മൾ സ്നേഹിക്കണം. ആ സ്നേഹത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു ജീവിതമാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. കർത്താവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കണം. കർത്താവിൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നമ്മൾ നിറഞ്ഞു വരണം. അങ്ങനെ വരണമെങ്കിൽ ശരിയായ ഒരു മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അറിവോടുകൂടിയ മാനസാന്തരം. എന്തിനു വേണ്ടിയിട്ടാണ് മാനസാന്തരപ്പെടുന്നു എന്നുള്ളതിനെക്കുറിച്ച്, ഞാൻ ആരോട് ചേരുവാനാണ് ഞാൻ മാനസാന്തരപ്പെടുന്നത് എന്നുള്ളതിനെക്കുറിച്ച്, അതുകൊണ്ടാണ് ഞാൻ ഷണ്ണൻ്റെ കാര്യം പറഞ്ഞത്. ഷണ്ണനോട് ഫിലിപ്പോസ് കർത്താവായ യേശു ക്രിസ്തുവിനെ വ്യക്തമായി പറഞ്ഞപ്പോൾ തനിക്ക് യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് മനസ്സിലാകുകയും ആ മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ സ്നാനപ്പെടാമെന്ന് പറയുകയും ചെയ്യുന്നത്. അപ്പോൾ ഒരു മാനസാന്തരം എന്ന് പറയുമ്പോൾ വളരെ നിസ്സാരമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടുന്നൊരു കാര്യമല്ല. ഇന്നങ്ങനെയല്ല. പ്രായമായ സഭകളിലൊക്കെ പ്രായമായി കഴിഞ്ഞാൽ നീ എന്തിനാ മാനസാന്തരപ്പെടാറായില്ലേ? അവിടെ കുട്ടിയുടെ അപ്പനും അമ്മയും പറയും, ഇല്ല ഭാഷേ, അവനൊരു 10-12 വയസ്സാകുമ്പോൾ അവനെ ഒന്ന് സ്നാനപ്പെടുത്താം. ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ രീതികൾ. ഇതൊന്നുമല്ല. ഓരോ വ്യക്തിയും മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് അയാൾ കൊണ്ടുപോകേണ്ടുന്ന അറിവ്, ആ അറിവിൽ നിന്നുള്ള മാനസാന്തരം, ആ മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്ന സ്നേഹം, വിശ്വാസം, ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിശ്വാസത്തിൽ വളർന്ന് വരണം. സ്നേഹത്തിൽ വളർന്ന് വരണം. ഇതൊക്കെ നമ്മൾ സഭയിൽ നിന്ന് പഠിച്ചെടുക്കേണ്ടുന്ന കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുകയും ദൈവമക്കളായി തീരുകയും ചെയ്യുന്ന ഈ നല്ല അവസ്ഥ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. വളരെ പ്രാർത്ഥിക്കണം ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ നമുക്ക് നല്ല മനസ്സുണ്ടാകണം. ദൈവമാണ് നമ്മുടെ സകലത്തിന് മതിയായ ദൈവം. ആ ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ നമുക്ക് സന്തോഷമുണ്ടാകണം. അതുപോലെ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ഉത്സാഹം നമുക്കുണ്ടാകണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാനസാന്തരവും സ്നാനവും കൊണ്ട് മാത്രം, വിശ്വാസം കൊണ്ട് മാത്രം, സ്നാനത്തെക്കുറിച്ചൊക്കെ ഉണ്ട് എങ്കിലും ഞാനത് പിന്നീട് പറയാം. മാനസാന്തരപ്പെട്ട് ദൈവത്തിൽ വിശ്വസിച്ചെന്നത് കൊണ്ട് മാത്രം നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കിട്ടുന്നുവെങ്കിൽ, അവസരം കിട്ടുന്നുവെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം അതുകൊണ്ട് തീരുന്നില്ല. പിന്നെ നമുക്ക് സ്നാനപ്പെടണം. സ്നാനപ്പെട്ടതിന് ശേഷം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കണം. പരിശുദ്ധാത്മാവ് പ്രാപിച്ചതിന് ശേഷം ആത്മാവ് നമ്മെ നടത്തുന്നത് പോലെ നമ്മൾ നടക്കണം. അതിനെക്കുറിച്ചാണ് റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളോട് പറയുന്നത്, ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ജീവനെ വിശുദ്ധിയും ഉള്ള യാഗമായി അർപ്പിക്കണമെന്ന്. അപ്പോൾ ഒരു വിശുദ്ധിയുള്ള യാഗമായി അർപ്പിക്കണമെങ്കിൽ വിശുദ്ധിയുള്ള ഒരു ജീവിതം നമുക്ക് ആവശ്യമാണ്. അതിനാണ് ശക്തമായൊരു മാനസാന്തരം. ശക്തമായൊരു മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ക്രിസ്തുവെന്ന പാറമേൽ നമ്മുടെ അടിസ്ഥാനം ഇടുന്നതായിട്ടാണ് നമ്മൾ വേദോസം വായിക്കുന്നത്. കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൽ നമുക്ക് കാര്യം വായിക്കുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി ഒരു അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. ആ അടിസ്ഥാനത്തിന്മേലാണ് എല്ലാവരും പണിയുന്നത്. ഓരോരുത്തരും അവരുടെ ആത്മീയ ജീവിതം പണിതെടുക്കുന്നത് ഈ അടിസ്ഥാനത്തിന്മേലാണ്. ഈ അടിസ്ഥാനത്തിന്മേൽ പല രീതിയിലുള്ള പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. എങ്കിലും ഈ ഒരു അടിസ്ഥാനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ അടിസ്ഥാനത്തിന്മേൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം
ദൈവത്തിങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ. അപ്പോൾ മാനസാന്തരപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന അടിസ്ഥാനം, അപ്പോഴാണ് യഥാർത്ഥമായി നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാനം ഉണ്ടാകുന്നത്. ആ അടിസ്ഥാനത്തിൽ നമുക്കുണ്ടായിരിക്കണമെന്ന അറിവുകൾ എന്തൊക്കെയാണ്? നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള അതാണ് നേരത്തെ മാനസാന്തരത്തെക്കുറിച്ച് പറഞ്ഞത്. ദൈവത്തിങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി. ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായി ഓരോ ദൈവ പൈതലും ഓരോ ദൈവമക്കളും മനസ്സിലാക്കി കഴിയുമ്പോൾ മാത്രമേ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാകുന്നുള്ളൂ. ഇന്ന് നമ്മൾ കാണുന്ന, ഇപ്പം ഞാനും നിങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് നോക്ക്. ഞാൻ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം വന്നു, സ്നാനത്തെക്കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അടിസ്ഥാനപരമായ ഈ കാര്യങ്ങൾ മാനസാന്തരത്തിലൂടെയാണ്. ശരിയായ ഒരു മാനസാന്തരം നമുക്കുണ്ടാകുമ്പോൾ ഒരടിസ്ഥാനമുണ്ടാകുന്നു. ഈ അടിസ്ഥാനത്തിൻ്റെ മുകളിലാണ് സഭ പണിയപ്പെടുന്നത്. അത് ക്രിസ്തുവിനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ്. അപ്പോൾ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് നമുക്കുണ്ടാകുന്നത് നമ്മൾ ദൈവത്തെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതിനെ അതിനാണ് പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് ആവശ്യമായിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ ദൈവത്തെ മനസ്സിലാക്കുന്നത് അപ്പോഴാണ്. അടിസ്ഥാനം പോലും വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കുവാനോ ആ കാര്യം മനസ്സിൽ നമ്മൾ ജീവിക്കാനോ നമുക്ക് സാധിക്കുകയില്ല. മാനസാന്തരം, സ്നാനം, ഉപദേശം, കൈവപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി, ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായ അറിവുള്ള ഒരാൾക്ക് മാത്രമേ അതിൻ്റെ മുകളിലുള്ള ആത്മീയമായ വളർച്ച നമുക്കുണ്ടാകുന്നുള്ളൂ. നമുക്കറിയാലോ, ഒരു വീടിന് അടിസ്ഥാനം ഇട്ട് കഴിഞ്ഞാൽ അതൊരു വീടാണെന്ന് ആരും പറയുകയില്ല, അടിസ്ഥാനം മാത്രമാണ്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചുവര് കെട്ടി വാതിലും ജനലിലൊക്കെ വെച്ച് വരുമ്പോൾ മാത്രമേ അതൊരു ഭവനമായി തീർന്നുള്ളൂ. നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. ആ മന്ദിരത്തിൻ്റെ പണി പൂർത്തീകരിക്കപ്പെടുന്നത് ക്രിസ്തുവെന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയുമ്പോഴാണ്. ആ അടിസ്ഥാനത്തെക്കുറിച്ചാണ് നമ്മൾ വായിച്ചത്. മാനസാന്തരം, ആ മാനസാന്തരത്തിൽ നമുക്കുണ്ടായിരിക്കുന്ന അറിവുകളെക്കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദൈവത്തെങ്കിലെ വിശ്വാസം വേണം. ഞാൻ വിശ്വാസത്തിൽ നേരത്തെ പറഞ്ഞല്ലോ. സ്നേഹം വേണം, സ്നാനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, കൈവപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് നമുക്കുണ്ടാകുമ്പോൾ മാത്രമേ നമ്മുടെ മാനസാന്തരം, അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാകുന്ന മാനസാന്തരത്തിന് വ്യക്തമായൊരു ധാരണ ഉണ്ടാകുന്നുള്ളൂ. പ്രിയ ദൈവമക്കളെ, ഇങ്ങനെ നമ്മൾ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് വളരെ എളുപ്പമാണ്. പിന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കർത്താവിനെ മനസ്സിലാക്കി നമുക്ക് വളർന്നു വരാൻ തക്കവണ്ണം സാധിക്കും. എന്തെല്ലാം കാര്യങ്ങൾ അപ്പോഴാണ് നമുക്ക് ക്രിസ്തുവിൻ്റെ, നമ്മുടെ പ്രിയ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങൾ, കർത്താവിൻ്റെ ഇഷ്ടങ്ങൾ, അങ്ങനെയാണല്ലോ എഴുതിയിരിക്കുന്നത്. കർത്താവിൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്ന്. അപ്പോൾ കർത്താവിൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കർത്താവിൻ്റെ കരുതലിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മളോട് കർത്താവ് എങ്ങനെ പെരുമാറുന്നു എന്ന്, നമ്മളെങ്ങനെ കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുന്നു എന്ന്, നമ്മളെങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്ന്, നാം എങ്ങനെ ദൈവത്തിന് മുട്ടുമടക്കുന്നു എന്നൊക്കെ കാര്യങ്ങളെല്ലാം ദൈവമാണ് പിന്നെ നമ്മെ പഠിപ്പിക്കുന്നത്. അതിനാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമുക്ക് ദൈവം എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് അതിലൂടെ നമുക്കുണ്ടാകുന്നു. ഞാൻ എത്ര തന്നെ കർത്താവിനെക്കുറിച്ച് പ്രസംഗിച്ചാലും എൻ്റെ അറിവിന് പരിമിതികളുണ്ട്. അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി തരുവാനുള്ള പരിമിതികളുണ്ട്. അതുകൊണ്ട് എത്രത്തോളം വ്യക്തമായിരിക്കുമെന്ന് എനിക്കറിയാൻ പറ്റുകയില്ല. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ആ ആത്മാവ് ശക്തമായി നിങ്ങളെ ഉപദേശിക്കുകയും ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിവ് നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും. പ്രിയ ദൈവമക്കളെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരു ജീവിതം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ആ ജീവിതം ഒരു പരീക്ഷണ ജീവിതമല്ല.
എന്തെല്ലാം ത്യാഗം സഹിക്കേണ്ടി വന്നാലും ദൈവരാജ്യത്തിൽ പോകുവാനുള്ള പ്രാപ്തി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ കടമയാണ്. അതിന് നമ്മുടെ സമയക്കുറവുകളൊന്നും ഒരു പ്രശ്നമല്ല. നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ നമുക്ക് പറ്റുകയില്ല. നമ്മൾ ഓരോ ദിവസവും രാത്രി കിടന്ന് ഉറങ്ങാൻ തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് നേരമെങ്കിലും നമ്മുടെ കട്ടിലിൽ എഴുന്നേറ്റിരുന്ന് നമ്മൾ ദൈവത്തെ വളരെയധികം ധ്യാനിക്കണം. ധ്യാനിക്കുമ്പോഴാണ് നമുക്ക് സ്നേഹമുണ്ടാകുന്നത്. കേൾക്കുന്ന ഓരോ വചനവും അതിൽ ജീവിക്കുന്ന കർത്താവിനെ ധ്യാനിച്ച് കർത്താവിൻ്റെ ഒരു രൂപം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കി വയ്ക്കുവാനുള്ള ഒരു നല്ല അവസ്ഥ ധ്യാനത്തിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ കർത്താവിനെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുവാൻ, അല്ലെങ്കിൽ കർത്താവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ, സ്നേഹത്തോടെ സ്വീകരിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ശക്തമായ ഒരു പിന്തുണ, അല്ലെങ്കിൽ നമ്മുടെ ഒരു വിജയകരമായ ഒരു സമാപ്തി ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം നമ്മെ ചേർക്കുവാൻ നമ്മുടെ കർത്താവ് വരുമ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുത്തോളപ്പെടുകയും ചെയ്യുന്നു പറയുന്നത് പോലെ നമുക്ക് ഒന്നുകിൽ മരിച്ചു പോയാൽ ഉയർത്തെഴുന്നേൽക്കുവാനും ജീവനോടെ ഇരുന്നാൽ രൂപാന്തരപ്പെട്ട് കർത്താവിനെ എതിരേൽപ്പാൻ നമുക്ക് സാധിക്കും. ഇതിന് നമുക്ക് സാധിച്ചില്ല എങ്കിൽ നമ്മുടെ ജീവിതം വളരെ കഷ്ടമാണ്. പ്രിയ ദൈവമക്കളെ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ മൊത്തം നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ എനിക്ക് സാധിച്ചില്ല എന്നെനിക്കറിയാം. എങ്കിലും നിങ്ങൾ വളരെ ചിന്തിച്ചും ധ്യാനിച്ചും നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ മഹനീയമായ ഈ വളരെ മഹാപ്രതിഫലമുള്ള ഈ അവസരം നഷ്ടപ്പെടുത്താതെ വളരെ ദൈവത്തിൽ ആശ്രയിച്ച് ആത്മീയമായ ഒരു മുന്നേറ്റവും ആത്മീയമായ ഉത്സാഹവും ദൈവത്തോട് ചേർന്ന് ജീവിക്കാനുള്ള താല്പര്യം നമുക്ക് വളർത്തിയെടുപ്പാൻ കരുണാസമ്പന്നനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, ഈ വാക്കുകൾ കേട്ട് അങ്ങയുടെ വചനം കേട്ട് അങ്ങയുടെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങളെല്ലാം അവിടുന്ന് കൂടെ ഇരുന്ന് സഹായിക്കണമേ. അവരുടെ രോഗങ്ങളെ സൗഖ്യമാക്കി കൊടുക്കണമേ. അവരുടെ ശൂന്യാവസ്ഥകൾ അവിടുന്ന് പരിഹരിച്ച് ശക്തിയും ബലവും നൽകി അവരെ സഹായിക്കണം. വലിയ പ്രത്യാശ അവരുടെ ഉള്ളിൽ നൽകി കണ്ണുള്ള പിതാവ് അവരെ സഹായിക്കണമേ. അപ്പച്ച, ഈ ലോകത്താരും അവരെ സഹായിച്ചെന്ന് വരികയില്ല. എങ്കിലും കരുണാസമ്പന്നനായ ഒരു ദൈവം അവർക്കുണ്ടെന്നുള്ള ബോധ്യവും ദൈവം അവരെ ചേർത്തുകൊള്ളുമെന്നുള്ള ബോധ്യവും വിശ്വാസവും പ്രത്യാശയും പ്രതീക്ഷയും അവരുടെ ജീവിതത്തിൽ നൽകി അവരെ സഹായിക്കണമെന്ന് വിനീതമായ പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നിന്നെ സഹായിക്കട്ടെ.